नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरोन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधो दीनबन्धो जगत्पते गोपेश गोपिका कांतराधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। हरे कृष्ण। अध्याയം 10 വിഭൂതി യോഗം. ഭഗവാൻ 7, 8, 9 അധ്യായങ്ങളിലൂടെ ഭഗവാന്റെ ശക്തികൾ എങ്ങനെ ഭൗതിക പ്രപഞ്ചത്തിൽ വിന്യസിച്ചിരിക്കുന്നു എന്ന് നമ്മളോട് വിവരിച്ചു തന്നു. ഭഗവാൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഈ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, ഇവരെ മറ്റുള്ള ദേവന്മാർ, വായു, അഗ്നി, വരുണൻ ഇവയെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അവയെല്ലാം ദേവന്മാരാണ്, അവരെല്ലാം ദേവന്മാരാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഭൗതിക പ്രപഞ്ചത്തിൽ സിംഹം, അരയാൽ, ഗരുഡൻ ഇവരെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇവരെ കുറിച്ചെല്ലാം നമുക്ക് അറിവുമുണ്ട്. അപ്പോൾ ഭഗവാന്റെ ശക്തിയെ ഇവരെല്ലാവരും പ്രതിനിധീകരിക്കുന്നു എന്ന് ഭഗവാൻ ഓരോരോ ശക്തിയായിട്ട് ഇവരെല്ലാവരും ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെയാണ് ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാന്റെ ശക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ഐശ്വര്യം നിലനിൽക്കുന്നത്. ഇങ്ങനെ ഭഗവാന്റെ ശക്തി ഇങ്ങനെ വിവിധ തലങ്ങളിലായിട്ട് വിവിധ ദേവന്മാരിലൂടെ, പ്രത്യേകിച്ച് മനുഷ്യരിലൂടെ, പിന്നെ പ്രത്യേക മൃഗങ്ങളിലൂടെ എല്ലാം ഭഗവാൻ തന്റെ ശക്തിയെ, ഐശ്വര്യത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തരും. അപ്പോൾ ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചം എന്നുള്ളത് ഭഗവാന്റെ ശക്തിയാലാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. ആ ഭഗവാന്റെ ശക്തി എന്നുള്ളത് ഭൗതിക പ്രപഞ്ചത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഭൗതിക പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെല്ലാം തന്നെ അവയുടെ ആ ഒരു ഭ്രമണ പദത്തിൽ എങ്ങനെ നിലകൊള്ളുന്നു, അവയെല്ലാം ആരാണ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തുന്നത്, ഇതെല്ലാം തന്നെ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നാം. പക്ഷെ ഭഗവാൻ തന്റെ ശക്തിയാലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും. കൂടാതെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഭഗവാൻ പരമാത്മാവായിട്ടും നിലകൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ വിഭൂതികൾ ഇതിനെല്ലാത്തിനും ഉറവിടം താനാണ് എന്നും ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദി പുരുഷനും ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാം ഉറവിടമായിട്ടുള്ളത് ഭഗവാനാണ് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാൻ ഉവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ
യത്തേഹം പ്രിയമാനായ വക്ഷ്യാമി ഹിതകാമ്യയ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കൈകരുത്തുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം, കേൾക്കൂ. ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. അതായത് ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, ഭഗവാൻ വീണ്ടും വീണ്ടും നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവ് നമ്മളോട് പങ്കുവെക്കുകയാണ്. അതായത് കൂടുതലായിട്ട് ഭഗവാന്റെ ഐശ്വര്യത്തെയും വിഭൂതികളെയും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭക്തിയെ ദൃഢതരമാക്കുവാനായിട്ട് സാധിക്കുന്നു. ഭഗവാൻ തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. കൂടാതെ ആരെല്ലാം നമ്മളോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചാലും നമുക്ക് അതിനെ വിവരിച്ച് പറയുവാനും സാധിക്കും. ഈ ഭഗവത്ഗീത ശരിയാവണ്ണം നമ്മൾ പഠിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും നമ്മുടെ ഇല്ലെങ്കിൽ എല്ലാവരും നമ്മളെ ചോദ്യം ചെയ്യുകയാണ്, എന്തിനാണ് നമുക്ക് ഇത്രമാത്രം ദേവന്മാരും എല്ലാം നമ്മൾ ഇത്രമാത്രം ആരാധിക്കുന്നത്, എന്തിനാണ് കല്ലിനെ എന്തിനും നമ്മൾ ആരാധിക്കുന്നു? കല്ലിലാണോ ദൈവമുള്ളത്? ഇത്രമാത്രം ദൈവങ്ങൾ നമുക്ക് എന്തിനായിട്ടാണുള്ളത്? എല്ലാത്തിനെയും നമുക്ക് ഈ ഭഗവത്ഗീത വായിച്ച് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് അവർക്ക് എല്ലാവർക്കും ഉത്തരം പറയുവാനും സാധിക്കുന്നു. അപ്പോൾ ഭഗവാൻ എങ്ങനെ നമുക്കെല്ലാം ക്ലിയർ ആകുവാനായിട്ട് നമ്മുടെ ഈ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആധ്യാത്മിക പദ്ധതിയുടെ രഹസ്യം എന്ത് എന്ന്, അല്ലെങ്കിൽ ഈ ആധ്യാത്മിക പദ്ധതിയിലൂടെ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്ന ഈ അറിവ് നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ എന്താണുള്ളത്, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഭഗവത്ഗീത നമ്മൾ പരിശുദ്ധമായിട്ട് ഭക്തിയോടുകൂടി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒരു സംശയവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നില്ല. എല്ലാത്തിനുമുള്ള ഉത്തരം, നമ്മുടെ ആ ജീവിത രീതിയെ കുറിച്ചുള്ള എല്ലാത്തിനെയും കുറിച്ചുള്ള ഉത്തരം നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പൂർവികന്മാരെല്ലാവരും ഇതെല്ലാം ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം അവരിൽ ഉണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ അതെല്ലാം നശിച്ചു പോയി. എല്ലാവരും ഭഗവത്ഗീത, ഭാഗവതം മുതലായവ പഠിക്കുന്നതും അതെല്ലാം വീട്ടിൽ സൂക്ഷിക്കുന്നത് പോലും എല്ലാവരും നിർത്തിവെച്ചു. അത് കാരണമാണ് ഇപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ സൊസൈറ്റി, ഭാരതത്തിൽ ഇത്രമാത്രം ഒരു വ്യത്യാസം നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ജീവിതചര്യയിലും എല്ലാം കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും ഇപ്പോൾ അതിനോടുള്ള ആഗ്രഹം, അത് പഠിക്കണം, നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം വളർന്നു വരുന്നുണ്ട്. എങ്കിലും പറയുകയാണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഭഗവത്ഗീത യഥാരൂപവും ഭാഗവതവും നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും നമ്മുടെ ജീവിതചര്യയെ കുറിച്ചും നമ്മുടെ ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നതിന്റെ പുറകിലെ രഹസ്യത്തെ കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരും ഒരു വിശ്വാസമില്ലാത്ത ഒരു തലമുറയായിട്ട് അവരും വളർന്നു വരുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നത്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഭഗവാൻ വീണ്ടും വീണ്ടും ജ്ഞാനം നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരികയാണ്. ഇത് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചു വരികയാണ്. വിവിധ ശക്തികളുടെ പ്രവർത്തന രീതികളെ ഭഗവാൻ വിവരിച്ചു ഇതിനു മുൻപ്. ഇനി പറയുന്നത് തന്റെ സവിശേഷ വിഭൂതികളെ പറ്റിയാണ്. ഭക്തിക്ക് ദൃഢവിശ്വാസത്തിന്റെ അടിത്തറ ഉറപ്പിക്കാൻ ഉതകുന്ന വിധം തന്റെ വിവിധ ശക്തികളെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞു. എന്നിട്ട് വിഭൂതികളെയും ആവിർഭാവങ്ങളെയും കുറിച്ച് ഈ അധ്യായത്തിൽ അർജുനനോട് പറയുകയാണ്. വിഭൂതികൾ എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ പറയുന്നത് ഭഗവാന്റെ പലതരത്തിലുള്ള ഐശ്വര്യങ്ങൾ, എല്ലാ ദിക്കിലും എല്ലാ തരത്തിലും ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൂടെ തന്നെ ഭഗവാന്റെ ശക്തി എന്നുള്ളത് ഓരോ ദിക്കിലും എങ്ങനെ പ്രകടമാകുന്നു, അതാണ് ഭഗവാൻ വിഭൂതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമേ വിദുഹു സുരഗണാഃ പ്രഭവം നമഃ ശ്രയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. എന്റെ ഉൽപ്പത്തി, വിഭൂതി എന്നിവയെ പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏത് വിധത്തിലും അവരുടെ എല്ലാം ഉത്ഭവസ്ഥാനം ഞാനാണ്. അതായത് ഭഗവാനാണ് ആദി പുരുഷനായിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാനെ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ഭഗവാനിൽ നിന്നാണ് മഹർഷിമാരും ദേവന്മാരും. ബ്രഹ്മാവാണ് ആദ്യത്തെ ഉൽപ്പത്തി, ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചത്, ജന്മം കൊണ്ടത് ആദ്യത്തെ സൃഷ്ടി ബ്രഹ്മാവാണ്.
ആ ബ്രഹ്മാവിൽ നിന്ന് പിന്നീട് മറ്റുള്ള ഋഷിമാരും ദേവന്മാരും എല്ലാം ഉത്ഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ ഉൽപ്പത്തിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തെ കുറിച്ചോ ഈ ദേവന്മാർക്കും മഹർഷിമാർക്കും കൂടെ ഊഹിക്കാൻ കൂടെ സാധ്യമല്ല. കാരണം അവർക്കാർക്കും അറിഞ്ഞുകൂടാ. ഭഗവാൻ നേരിട്ട് പറഞ്ഞു തരുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാന്റെ ഐശ്വര്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ദേവകി മാതാവ് ഭഗവാൻ കൃഷ്ണനെ കംസന്റെ കാരാഗ്രഹത്തിൽ ഭഗവാൻ കൃഷ്ണനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ള ദേവന്മാരും ഋഷിമാരും എല്ലാവരും വന്ന് അവരോട് ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഭഗവാൻ അവതരിക്കാൻ പോകുന്നു എന്ന്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതാം വിഭൂതിം യോഗം ച മമയോ വേതി തത്വതഃ സോ വികൽപേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തോ എന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു, ഇതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഭഗവാന്റെ വിഭൂതികളെയും യോഗശക്തിയെയും ശരിയാവണ്ണം മനസ്സിലാക്കുന്നവർക്ക്, കാരണം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഭഗവാനാണ് ആദിപുരുഷൻ, എല്ലാത്തിനും ഉറവിടവും ഉത്ഭവസ്ഥാനവും എല്ലാം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നത് വഴി അവർ ഭഗവാനിൽ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. അതുപോലെ തന്നെ ഭഗവാൻ നമുക്കും ഈ ആധ്യാത്മിക ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലും ഭഗവാനോടുള്ള ആ ഭക്തി വർദ്ധിച്ചു വരുന്നു. അതിനു വേണ്ടിയിട്ട് ഭഗവാനെ ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് പറഞ്ഞു തരികയാണ്. ആധ്യാത്മിക പരിപൂർണതയുടെ ഉച്ചകോടിയാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. ഈശ്വരൻ മഹാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എങ്ങനെയുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വം എന്ന് വിശദമായി അറിയില്ല. അതാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയില്ലേ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നല്ല. എങ്ങനെയാണ് ഭഗവാൻ മഹാനാകുന്നത്? എങ്ങനെയാണ് ഭഗവാൻ ഗ്രേറ്റ് ആകുന്നത്? അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച്, ഐശ്വര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വഴി ആ ഭഗവാൻ എങ്ങനെ മഹാനായിരിക്കുന്നു, അദ്ദേഹത്തിനോട് തുല്യനായോ അദ്ദേഹത്തിനേക്കാൾ ശ്രേഷ്ഠനായോ മറ്റാരുമില്ല എന്നുള്ളത് എങ്ങനെ കറക്റ്റ് ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഭഗവാന്റെ വിഭൂതികൾ ശരിക്കും അറിയുന്നയാൾ അദ്ദേഹത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നു. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതഃ. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുകയാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഗ്രേറ്റ് അല്ലെങ്കിൽ മഹാനായിരിക്കുന്നത്. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും എന്ന് ഭഗവാൻ പറയുന്നു. അതായത് ഭൗതിക ലോകങ്ങളുടെയും ആധ്യാത്മിക ലോകങ്ങളുടെയും ഉറവിടം ഭഗവാനാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഭൗതിക ലോകം സൃഷ്ടിക്കുന്നതും സംഹരിക്കപ്പെടുന്നതും. എന്നാൽ ആധ്യാത്മിക ലോകങ്ങൾ സ്ഥിരമായിട്ടുള്ളതാണ്. അവയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, അവ നശിക്കുന്നില്ല, അവ ശാശ്വതമാണ്. പക്ഷെ ആ ആധ്യാത്മിക ലോകങ്ങളുടെയും ഉറവിടവും അവയുടെ സംരക്ഷകനും എല്ലാം തന്നെ ഭഗവാനാണ്. അതാണ് അഹം സർവസ്യ പ്രഭവോ, എല്ലാത്തിന്റെയും ഉറവിടം, പ്രഭവസ്ഥാനം ഭഗവാനാണ് എന്ന് പറയുന്നത്. മത്തഃ സർവം പ്രവർത്തതേ, എല്ലാം ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഭഗവാനെ എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനവും ഉറവിടവുമായിട്ട് മനസ്സിലാക്കുന്നവർ ഇതി മത്വാ ഭജന്തേ മാം, ഭഗവാനെ സേവിക്കുന്നു. അങ്ങനെ അറിയുന്നവർ ബുധാഭാവ സമന്വിതാഹ, അവർ ബുദ്ധിമാന്മാരാണ്. കാരണം ഭഗവാനെ സേവിക്കുന്നവർക്ക് ശരിയാവണ്ണം ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. കാരണം ഈ മർത്യ ലോകത്തിൽ വീണ്ടും വീണ്ടും ജനന മരണത്തിൽ നിന്ന് മോചനം ഭഗവാനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമാന്മാരാണ് ഭഗവാനെ സേവിക്കുന്നത്. കാരണം ഭഗവാനിൽ നിന്ന് മാത്രമേ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അല്ലെങ്കിലോ മറ്റുള്ള ദേവന്മാരെല്ലാവരും, അവർക്കും ശക്തിയുണ്ട്, അവരെല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ്. അവർക്ക് അങ്ങനെ ഭഗവാന്റെ ഭക്തരായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് അവർക്ക് യോഗ്യതയുള്ളത് കൊണ്ടാണ് ഭഗവാൻ അവരെ ഇതുപോലെ
ദേവന്മാരുടെ പദവിയിൽ ഇരുത്തിയിരിക്കുന്നതും. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനുള്ള കഴിവ് ഭഗവാന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ബുദ്ധിമാന്മാർ, അങ്ങനെയുള്ള ആധ്യാത്മിക ജ്ഞാനം സമ്പാദിച്ചവർ, ഭഗവാന്റെ ആ പൊസിഷനെ കുറിച്ച് അറിയുന്നവർ, അവർ ഭഗവാനെ സേവിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉറവിട സ്ഥാനം എന്ന് ഇവിടെ പറയുന്നുണ്ട്. നാരായണ ഉപനിഷത്ത്. നാരായണ ഉപനിഷത്തിലാണ് പറയുന്നത് എല്ലാം നാരായണനിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന്. നാരായണാത് ബ്രഹ്മജായതേ, നാരായണാത് പ്രജാപതി പ്രജായതേ, നാരായണാത് ഇന്ദ്രോ ജായതേ, നാരായണാത് ത്വഷ്ടൗ വസവോ ജായന്തേ, നാരായണാത് ഏകാദശ രുദ്രാ ജായന്തേ, നാരായണാത് ദ്വാദശ ആദിത്യാഹ. നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. നാരായണനിൽ നിന്ന് തന്നെ പ്രജാപതികളും ജനിക്കുന്നു. നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു. നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു. നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു. നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ ഭഗവാൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്തരണമാണ്. അപ്പോൾ ആദിപുരുഷൻ ഭഗവാൻ ഇപ്പോൾ പറയുന്നു അഹം സർവസ്യ പ്രഭവോ. ഭഗവാൻ പറയുന്നത് ഞാനാണ്, കൃഷ്ണനായിട്ടുള്ള ഞാനാണ് എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം. അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ആദ്യമായിട്ട് ഭഗവാൻ ബലരാമൻ ഉത്ഭവിക്കുന്നു. ബലരാമനാണ് ആദ്യത്തെ അവതാരം. ആ ബലരാമനിൽ നിന്ന് ചതുർവ്യൂഹങ്ങൾ, വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, 4 ചതുർവ്യൂഹങ്ങൾ ഉത്ഭവിക്കുന്നു. അവരെല്ലാവരും തന്നെ ഭഗവാനോട് എല്ലാ കാര്യത്തിലും തുല്യരാണ്. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും, ശക്തിയും, രൂപവും, ഐശ്വര്യവും എല്ലാം തന്നെ ഭഗവാന്റെ എല്ലാ വിസ്തരണങ്ങൾക്കും, വിഷ്ണു വിസ്തരണങ്ങൾക്കും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ചതുർവ്യൂഹത്തിൽ നിന്ന്, പിന്നെ ചതുർവ്യൂഹത്തിലെ സംഘർഷണനിൽ നിന്ന് നാരായണൻ ഉത്ഭവിക്കുന്നു. പിന്നീട് ആ നാരായണനിൽ നിന്നാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ടുള്ള ദേവന്മാരും പിന്നീട് വിഷ്ണു തത്വങ്ങളും എല്ലാം പിന്നീട് ഉത്ഭവിക്കുന്നത് ഈ നാരായണനിൽ നിന്നാണ്. നാരായണനിൽ നിന്ന് ഹരേ കൃഷ്ണ. നാരായണനിൽ നിന്ന് പിന്നീട് മഹാവിഷ്ണു ഉത്ഭവിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് ഗർഭോദകശായ വിഷ്ണു, പിന്നീട് ക്ഷീരോദകശായ വിഷ്ണു. ഈ 3 വിഷ്ണുവാണ് ഈ 3 പുരുഷ തത്വങ്ങളാണ് പിന്നീട് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും എല്ലാം തന്നെ നിർവഹിക്കുന്നത്. അങ്ങനെ ആ നാരായണനാണ് എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം. പക്ഷേ ആ നാരായണൻ എന്നുള്ള വിഷ്ണു ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അവതരിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛിത്താമദ്ഗത പ്രാണ ബോധയന്തഃ പരസ്പരം കഥയന്തശ്ചമാം നിത്യം തുഷ്യന്തി ചാരമന്തിച. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നത്, അങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, അങ്ങനെ ഭഗവാനെ കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിട്ടുള്ള ബുദ്ധിമാന്മാർ, ഭഗവാനെ പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു. അതായത് ഭക്തന്മാർ, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭക്തന്മാർ എങ്ങനെയാണ് ഭഗവാനെ സേവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാരുടെ ചിന്ത സദാസമയവും ഭഗവാനിൽ തന്നെയായിരിക്കും. ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ എങ്ങനെ സേവിക്കണമെന്നെല്ലാം ആലോചിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം ഉണ്ടാകുന്നത്. അങ്ങനെ ഭഗവാന്റെ സേവനത്തിനായിക്കൊണ്ട് അവരുടെ ജീവിതം മുഴുവനും അവർ സമർപ്പിക്കുന്നു. കൂടാതെയോ ആ ഭക്തന്മാരെല്ലാവരും പരസ്പരം ഭഗവാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭഗവാന്റെ ശക്തിയെ കുറിച്ചും എല്ലാം പരസ്പരം സംഭാഷണങ്ങൾ ചെയ്ത് ബോധദീപ്തരാകുന്നു. ഒരാൾക്ക് അറിവ്, നമ്മൾ സത്സംഗത്തിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്. സത്സംഗത്തിൽ നമുക്ക് അറിവുള്ളത് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. മറ്റുള്ളവർ നമുക്ക് തരുന്ന, മറ്റുള്ളവർ പറയുന്നത് നമ്മളും കേട്ടിട്ട് അന്യോന്യം ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ, ഭഗവാനെ കുറിച്ചും ഭക്തിയെ കുറിച്ചുമുള്ള സംഭാഷണങ്ങൾ. അതിനാണ് ഇപ്പോൾ ഭക്തിവൃക്ഷ ക്ലാസ്സും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്.
നിങ്ങൾ എല്ലാവരും ഈ അടുത്ത ലെവൽ 2-ൽ ഭക്തി വൃക്ഷ ക്ലാസ് എന്നുള്ളത് ഉണ്ടാകും. ലെവൽ 2-ൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ആ ലെവൽ 2-ൽ ശനിയും ഞായറും ക്ലാസ് ഉണ്ടാകും. അത് കൂടാതെ മൺഡേ ടു ഫ്രൈഡേ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ അന്യോന്യം നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു സത്സംഗം ചെയ്യണം. കാരണം ആ സത്സംഗത്തിൽ ശനിയും ഞായറും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഭഗവത്ഗീത ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ അന്യോന്യം ഡിസ്കസ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ ഇതുപോലെ ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും വായിച്ചു കാണും, ഭഗവാന്റെ കഥകൾ മുതലായവ അന്യോന്യം പറഞ്ഞ് നിങ്ങൾ അത് ഡിസ്കസ് ചെയ്ത് കൂടുതലായിട്ട് ഭക്തിയെ കുറിച്ച് ഭഗവാനെ കുറിച്ചെല്ലാം നിങ്ങൾ അറിയുവാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണ് ഭക്തന്മാർ ചെയ്യുന്നത്. അതാണ് സത്സംഗം എന്ന് പറയുന്നത്, ഭക്തന്മാരുമായിട്ടുള്ള സംഘം. അങ്ങനെ അവർ പരസ്പരം ബോധദീപ്തരാവുകയും സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഭക്തിയുത സേവനത്തിന്റെ പ്രഥമഘട്ടത്തിൽ അതിൽ നിന്ന് ലഭ്യമായ ദിവ്യമായ ആനന്ദത്തെ അവർ ആസ്വദിക്കുന്നു. പരിപക്വ അവസ്ഥയിൽ അവർ ഭഗവത് പ്രേമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ അതീന്ദ്രിയ അവസ്ഥയിൽ എത്തിയവർക്ക് സ്വധാമസ്ഥനായ ഭഗവാന്റെ നിതാന്ത പൂർണ്ണത അനുഭവവേദ്യമാകും. അപ്പോൾ ഭക്തിയുത സേവനം ആരംഭിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഭഗവാന്റെ സേവകൾ ചെയ്തുകൊണ്ടിരിക്കും. അത് ഭഗവാൻ ഇന്നലെ പറഞ്ഞത് സുസുഖം കർത്തുമോ വ്യയം, സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ അങ്ങനെ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് നമ്മൾ പരിപൂർണ അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ, പരിപക്വ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നിതാന്തമായിട്ട് ഭഗവാന്റെ ആ ഒരു സാമീപ്യവും നമുക്ക് ഭക്തന്മാർക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തിലതാ ബീജം, അതായത് ആ ഭക്തി എന്നുള്ളത് ആദൗ ശ്രദ്ധ എന്ന് ഇന്നലെ പറഞ്ഞു. ഭഗവാനിൽ ആദ്യമായിട്ട് വിശ്വാസം വേണം. ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുവാൻ, ഭഗവാനെ കുറിച്ച് കേൾക്കുവാനായിട്ട് സത്സംഗത്തിൽ നമ്മൾ ഏർപ്പെടുന്നു. ആ സത്സംഗത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കുന്നത് എങ്ങനെ, സേവിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭജന പ്രക്രിയകൾ ചെയ്യുന്നു. ആ ഭജന പ്രക്രിയയിലൂടെ നമ്മുടെ അന്തരംഗം ശുദ്ധിയായിട്ട് വരുന്നു. അന്തരംഗത്തിലുള്ള മാലിന്യങ്ങളെല്ലാം നീങ്ങി അന്തരംഗം പരിശുദ്ധമായിട്ട് വരുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു നിഷ്ഠ, ഒരു കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ഭഗവാനെ സേവിക്കുന്നു. അതിലൂടെ നമുക്ക് അതിൽ ആസക്തി വളർന്നു വരുന്നു. പിന്നീട് ഭാവം, പിന്നീട് പ്രേമം, അങ്ങനെ ഭഗവാനെ നമുക്ക് ഭഗവാന്റെ സാമീപ്യം നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആ ഭക്തി എന്നുള്ളത് ഒരു ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ഒരു ബീജാവാപത്തോടാണ് ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. അതായത് ഒരു ബീജം അല്ലെങ്കിൽ ഒരു വിത്ത്, നമ്മൾ എന്തിന്റെ ആണെങ്കിലും ഒരു വിത്ത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ, ഒരു ചെടി നമ്മൾ വളർന്നു വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഒരു വിത്ത് നമ്മൾ കുഴിച്ചിടുന്നു, അതിൽ വെള്ളമൊഴിക്കുന്നു, അതിനെ ദിവസവും നമ്മൾ ശുശ്രൂഷിക്കുന്നു. ദിവസവും അതിന് വേണ്ടുന്ന വെള്ളവും അതിന് വേണ്ടിയിട്ടുള്ള മണ്ണും എല്ലാം ഇട്ടുകൊണ്ട് അത് വളർന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും, അതിനെ ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഭക്തിലതാ ബീജം എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അതായത് ഭഗവാനെ കുറിച്ച് എവിടെ നിന്നോ എപ്പോഴോ നമ്മൾ കേൾക്കുന്നു, ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഭക്തിയുത സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ ധാമത്തിലേക്ക് പോകാൻ കഴിയും, നമ്മൾ എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കും കൂടുതലായിട്ട് അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അതാണ് ഭക്തിയുടെ ബീജം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണത്. എന്ത്? ഭഗവാനിലുള്ള വിശ്വാസം, ആദൗ ശ്രദ്ധ, ഭഗവാനിലുള്ള വിശ്വാസം. ആ ഭഗവാനിലുള്ള വിശ്വാസം വന്നു കഴിഞ്ഞ് ആ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിനായിക്കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ദിവസവും ജപിക്കുക, നിരന്തരം ജപിക്കുക. ശരി, നമ്മളത് ആരംഭിക്കുന്നു. അങ്ങനെ ആ ഭക്തി, ഒരു ബീജം വിത്ത് നട്ടു കഴിഞ്ഞാൽ അതിന്റെ നാമ്പ് ആദ്യമായിട്ട് 2 ഇലകൾ മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരും. പിന്നീട് നമ്മൾ ദിവസവും ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നാൽ ആ നാമ്പ് വലുതായി വലുതായി ആ ചെടി വലുതായിട്ട് വരുന്നു. പിന്നീട് അത് പരിപക്വ അവസ്ഥയിലാകുമ്പോൾ അതിൽ പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ നിരന്തരം നമ്മുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഗുരു നിർദ്ദേശപ്രകാരം നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. എങ്ങനെ?
ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുക, ശ്രവിക്കുക, ഭഗവാനെ കുറിച്ച് നമ്മൾ നിരന്തരം വായിക്കുക, ഭഗവത്ഗീത, ഭാഗവതം മുതലായവ വായിച്ചുകൊണ്ടേയിരിക്കുക, കൂടാതെ ഭഗവാന് നിവേദ്യം അർപ്പിക്കുക. അങ്ങനെ പല വിധത്തിലുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് എങ്ങനെയാണോ ഒരു തൈ വലുതായി വരുന്നത്, അതുപോലെ നമ്മുടെ മനസ്സിലും നമ്മുടെ അന്തരംഗം പരിശുദ്ധിയായി അതിലേക്ക് ആ ഭഗവാന്റെ ഭക്തി വളർന്നു വളർന്നു വരുന്നു. അങ്ങനെ നമ്മുടെ അന്തരംഗം എത്രമാത്രം പരിശുദ്ധമാകുന്നുവോ അത്രമാത്രം നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഭക്തിയും ആ ഭഗവാന്റെ സാമീപ്യവും നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഈ വിശ്വഗ്രഹത്തിലെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അവരിൽ നന്നേ കുറച്ചു പേർക്ക് ഒരു ശുദ്ധഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെ കുറിച്ച് അറിയാനും ഭാഗ്യമുണ്ടാകാറുള്ളൂ എന്ന്. ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലത ബീജ. അങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. അതായത് അനാദികാലമായിട്ട് നമ്മൾ ഈ ബ്രഹ്മാണ്ഡങ്ങളിൽ എല്ലാ ലോകങ്ങളിലുമായിട്ട് നമ്മൾ ഇങ്ങനെ ജീവാത്മാക്കൾ പല പല ശരീരങ്ങൾ എടുത്തുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ഇപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നു എന്ന് മാത്രം. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടെയായിരുന്നോ ആരായിരുന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ അനാദികാലമായിട്ട് പല പല ഗ്രഹങ്ങളുണ്ട് ഈ ഭൂമണ്ഡലത്തിൽ. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അനേകം യൂണിവേഴ്സസ്, ലോകങ്ങളുണ്ട്. ഏതോ ഒരു ലോകത്തിൽ ഏതോ ഒരു ഗ്രഹത്തിൽ നമ്മൾ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഈ ഭൂമിയിലാണ് എന്ന് മാത്രം. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജീവാത്മാക്കൾക്ക് ഗുരുവിന്റെയും കൃഷ്ണന്റെയും അനുഗ്രഹത്താൽ ആ ഭക്തിയുടെ സേവനം ചെയ്യാനുള്ള ആഗ്രഹവും അതിനുള്ള അവസരവും ലഭിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു വിത്ത് പോലെയാണ് ഭക്തിയുടെ സേവനം. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ട് കഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. ആ ഒരു വിത്ത് പതിവായി നനച്ചു കൊണ്ടിരുന്നാൽ എന്നതുപോലെ ഭക്തിയുടെ സേവനത്തിന്റെ ആധ്യാത്മികമായ ചെടിയും ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ച് പരവ്യോമത്തിലെ ബ്രഹ്മജ്യോതിസ്കോളം എത്തും. ആ പരവ്യോമത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവനം എന്ന് പേരുള്ള കൃഷ്ണന്റെ സർവോത്കൃഷ്ട ലോകത്തോളം ഉയരുന്നു. അവസാനം അത് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു ഭക്തൻ ഇതുപോലെ തന്റെ ഹൃദയത്തിൽ ഭക്തിയുടെ ബീജം നട്ട് അതിനെ ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവന്നാൽ ക്രമേണ ആ ഭക്തൻ പരിശുദ്ധനായിട്ട് ഈ ഭൗതിക ലോകത്തെ ഉപേക്ഷിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് ഭഗവാൻ കൃഷ്ണന്റെ ധാമത്തിലേക്ക് വരെ പോകുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് പോലെ ഭക്തിയുത സേവനമാകുന്ന ലതയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴും ശ്രവണ കീർത്തനങ്ങളാലുള്ള ജലസേചനം തുടർന്നു പോരണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ലതയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ചൈതന്യ ചരിതാമൃതം എന്നുള്ളത് ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവചരിത്രമാണ്. ആ ജീവചരിത്രത്തിൽ ചൈതന്യ മഹാപ്രഭു ഈ ഭക്തിലത ബീജത്തെ കുറിച്ച് വിശദമായിട്ട് വിവരിക്കുന്നു. അങ്ങനെ ഒരു ഭക്തന്മാർ അന്യോന്യം ഭഗവാനെ കുറിച്ച് അന്യോന്യം ബോധദീപ്തരായിക്കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ. അങ്ങനെയുള്ള ഭക്തന്മാരെ ഭഗവാൻ ഇവിടെ പറയുന്നു, അദ്ദേഹം സ്വയം ആ ഭക്തന്മാർക്ക് ഉള്ളിൽ നിന്ന് ജ്ഞാനം കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചു ഇതുവരെ നമ്മൾ പരിശുദ്ധരായ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം പരിശുദ്ധമാകുമ്പോൾ മാത്രമേ നമുക്ക് ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഭൗതികമായിട്ടുള്ള മാലിന്യം പൂണ്ട ഭൗതിക അവബോധത്താൽ മുഴുകിയിരിക്കുന്ന ദേഹബോധത്തിലിരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് ഗ്രഹിക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മൾ ഇത് വായിക്കുന്നു, പഠിക്കുന്നു, നമ്മൾ ഇത് പറയുന്നു, പക്ഷേ നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അവബോധം പരിശുദ്ധമാകാത്തിടത്തോളം കാലം ആ ജീവാത്മാവിന് താൻ ഭഗവാൻ അംശമായിട്ടുള്ള ആത്മാവാണ് എന്നുള്ള ആ ഒരു ജ്ഞാനം കരസ്ഥമാക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിരന്തരം ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ പറയുന്നത്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം
ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഭഗവാനെ ആ ശ്രദ്ധാഭക്തിയോടുകൂടി പ്രേമത്തോടുകൂടി ആരാണോ സേവിക്കുന്നത് അവർക്ക് ഭഗവാനെ എങ്ങനെ പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ള ബുദ്ധിവിശേഷം ഭഗവാൻ സ്വയം നൽകുന്നതാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ധ്രുവന്റെ കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധ്രുവനും ഒരു 5 വയസ്സുള്ള ധ്രുവന്റെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കും. 5 വയസ്സുള്ള ബാലകനായിരുന്നു ധ്രുവൻ. അപ്പോൾ തന്റെ പിതാവിന്റെ മടിയിൽ ഇരിക്കുവാനായിട്ട് തന്റെ രണ്ടാനമ്മ അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേഷ്യവും പിന്നീട് തനിക്ക് എങ്ങനെയെങ്കിലും അച്ഛന്റെ സാമ്രാജ്യത്തെക്കാൾ വിശിഷ്ടമായിട്ടുള്ള സാമ്രാജ്യം തനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അപ്പോൾ രണ്ടാനമ്മ പറയുന്നു, നീ എന്റെ ഗർഭത്തിൽ ജനിച്ച എന്റെ വയറ്റിലൂടെ ജനിച്ചാൽ മാത്രമേ നിനക്ക് നിന്റെ അച്ഛന്റെ സിംഹാസനത്തിലും അച്ഛന്റെ മടിയിലും ഇരിക്കാൻ യോഗ്യതയുണ്ടാകുകയുള്ളൂ എന്ന് രണ്ടാനമ്മ പറഞ്ഞു. അത് കേട്ടതും ധ്രുവന് ഒരു ക്ഷത്രിയനായിരുന്നു, രാജകുമാരനായതുകൊണ്ട് ഗർവം വന്നു. ഞാൻ കരസ്ഥമാക്കും, എന്റെ അച്ഛനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള സാമ്രാജ്യം ഞാൻ കരസ്ഥമാക്കും എന്നുള്ള ആഗ്രഹമായി ധ്രുവന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നീ ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാനിൽ നിന്ന് വരം വാങ്ങിക്കാനാണ് രണ്ടാനമ്മ പറഞ്ഞത്. എന്തിന്? രണ്ടാനമ്മയുടെ വയറ്റിലൂടെ ജനിച്ച് പുത്രനായി ജനിച്ചു കഴിഞ്ഞാൽ രാജാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ട്. അപ്പോൾ ധ്രുവന്റെ അമ്മയായിട്ടുള്ള സുനിധി പറഞ്ഞു, ശരിയാണ് അവർ പറഞ്ഞത്. കാരണം ഭഗവാന് മാത്രമേ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഭഗവാനെ പ്രാപിക്കുവാൻ കാട്ടിൽ പോയി തപസ് ചെയ്യണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് സാധിക്കുമെങ്കിൽ നീ കാട്ടിൽ പോയി ഭഗവാനെ തപസ് ചെയ്ത് നിന്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള വരം വാങ്ങിച്ചുകൊള്ളൂ എന്ന് ധ്രുവന്റെ അമ്മ പറയുന്നു. ധ്രുവൻ അത് കേട്ടതും ഇറങ്ങി പുറപ്പെട്ടു. 5 വയസ്സായിട്ടുള്ളൂ ആ ബാലകന്. അപ്പോൾ ആ ധ്രുവന്റെ ആഗ്രഹം മനസ്സിലാക്കി, ഉള്ളിലുള്ള ഭഗവാന് ധ്രുവന്റെ ആഗ്രഹം മനസ്സിലാകുന്നു. പക്ഷെ ധ്രുവന് തപസ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് മന്ത്രം ഉരുവിടണം ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, നാരദ മുനിയെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. ആ ധ്രുവൻ ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ധ്രുവന്റെ മനസ്സിൽ ഉണ്ടായതേ ഉള്ളൂ. ആ ഭഗവാൻ സ്വയം അദ്ദേഹത്തെ അനുഗ്രഹിക്കാനായിട്ട്, അദ്ദേഹത്തിന് വേണ്ടുന്ന ആ ഒരു വഴി പറഞ്ഞു കൊടുക്കാനായിട്ട്, അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്ത് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് നാരദ മഹർഷിയെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. അതാണ് ഭഗവാൻ. നമ്മുടെ മനസ്സിൽ ആഗ്രഹം, ഭഗവാനിൽ വിശ്വാസം. അപ്പോൾ രണ്ടാനമ്മ പറഞ്ഞു, നീ ഭഗവാനെ പ്രാപിച്ചാൽ നിനക്ക് എന്റെ മകനായി ജനിച്ച അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടതും ധ്രുവൻ എന്ത് പറഞ്ഞു, അഹങ്കാരം, അഭിമാന പ്രശ്നമായി. ധ്രുവൻ വേഗം അമ്മയുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്റെ അച്ഛനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള പദവി ലഭിക്കണം. അപ്പോൾ അമ്മയെ ധ്രുവന് വളരെയധികം വിശ്വാസമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, അമ്മ ഒരു ശുദ്ധ ഭക്തിയായിരുന്നു ഭഗവാന്റെ. അമ്മ പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട് ഭഗവാനെ പ്രാപിക്കുക മാത്രമാണ് ഇതിനുള്ള വഴി. അതായത് നിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവാനെ പ്രാപിക്കുക മാത്രമേ ഉള്ളൂ വഴി എന്ന് അമ്മ പറഞ്ഞു. അത് ധ്രുവന് കാര്യമായിട്ടെടുത്തു. ധ്രുവനിൽ ഭഗവാനിൽ വിശ്വാസമായി, ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം സാധിക്കും. അപ്പോൾ ആഗ്രഹത്തോടു കൂടി ആർത്തനായിട്ടാണ് ധ്രുവൻ, ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് ധ്രുവൻ ഭഗവാനെ പ്രാപിച്ചത്. എങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു, ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം എല്ലാം സാധിച്ചു കിട്ടും, അദ്ദേഹമാണ് എല്ലാത്തിനും വഴി കാണിച്ചു തരുന്നത് എന്നുള്ള ആഗ്രഹം, വിശ്വാസം ഉണ്ടായി. അതാണ് നമുക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹമുണ്ടോ, നമുക്ക് ചിലർക്ക് ഭക്തി ചെയ്യണമെന്നായിരിക്കും, ചിലർക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടായിരിക്കും, ചിലർക്ക് ഭൗതിക കാര്യങ്ങൾ സാധിക്കാനായിരിക്കും. അതിനും ഒരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്, അകാമഹ സർവകാമോ വാ മോക്ഷകാമ ഉദാരധീഹി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. അകാമഹ, ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരാളാണെങ്കിലും, സർവകാമഹ, പൂർണ്ണമായിട്ടും ഭൗതികമായിട്ട് അനേകം ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനുള്ള ഒരാളാണെങ്കിലും, മോക്ഷകാമഹ, മോക്ഷത്തെ, മുക്തിയെ, ഭൗതികതയിൽ നിന്നുള്ള മോചനം കാക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ എന്ത് ചെയ്യണം, തീവ്രേണ ഭക്തിയോഗേന, തീവ്രമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി യോഗം കൊണ്ട് യജേന പുരുഷം പരം,
ആ പരമപുരുഷനെ ഭജിക്കുക എന്ന്. അപ്പോൾ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകുന്നു, നമ്മുടെ ആ ജീവിതം സാഫല്യം അടയുന്നു എന്നുള്ള ഒരു വിശ്വാസം. അതോടുകൂടി അങ്ങനെയുള്ള വിശ്വാസത്തോടുകൂടി ഭഗവാനെ നമ്മൾ ആരാധിക്കണം. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ തന്നെ വഴി കാണിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണോ ധ്രുവന്റെ ആഗ്രഹം മനസ്സിലാക്കി, തന്നെ പ്രാപിക്കണമെന്ന് ധ്രുവൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കി ഭഗവാൻ സ്വയം ആ നാരദ മഹർഷിയെ അങ്ങോട്ട് പറഞ്ഞുവിടുന്നു. നാരദന്റെ ഉപദേശപ്രകാരം ധ്രുവൻ വളരെ കഠിനമായിട്ടുള്ള തപസ്സുകൾ ചെയ്യുന്നു. വെറും 6 മാസം കൊണ്ട് ധ്രുവന് ഭഗവാൻ പ്രത്യക്ഷനാകുന്നു. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഇവിടെ പറയുന്നത്, ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ഉള്ളിൽ നിന്ന് ഭഗവാൻ സ്വയം അദ്ദേഹത്തെ എങ്ങനെ പ്രാപിക്കുവാൻ സാധിക്കുമെന്നുള്ള ബുദ്ധിവിശേഷം തരുന്നു. അപ്പോൾ ചിലപ്പോൾ ഭഗവാൻ ഉള്ളിൽ നിന്ന് നമുക്ക് അതിനുള്ള വഴി കാണിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നിപ്പിക്കുന്നു. ചിലപ്പോൾ പുറമേ നിന്ന് നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മൾക്ക് ആ വഴി കാണിക്കാനായിട്ട് നമ്മുടെ ആചാര്യന്മാരെയോ അതിനുള്ള സംസ്ഥകളെയോ അതിനുള്ള ഭഗവാനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുക. ഇതെല്ലാം തന്നെ ഭഗവാൻ അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ ഭഗവാനെ പ്രാപിക്കാനും ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനുമുള്ള ആഗ്രഹം ഉണ്ടായാൽ, പക്ഷെ നമുക്ക് അതിനുള്ള വഴി അറിഞ്ഞുകൂടാ, എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ശരിയായിട്ടുള്ള വഴി, നമ്മുടെ യോഗ്യത അനുസരിച്ച് ശരിയായിട്ടുള്ള വഴി ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നു. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി, മുന്നേറാൻ ഉതകുന്ന ബുദ്ധിശക്തി ഒരാൾക്കില്ല എങ്കിൽ അയാൾക്ക് കൃഷ്ണൻ അന്തര്യാമിയായിരുന്ന ഉപദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ആ ഭക്തനും അവസാനത്തിൽ പ്രയാസം കൂടാതെ ഭഗവാനിൽ എത്തിച്ചേരാൻ ഇടവരുന്നു. നിരന്തരം കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രേമഭക്തിയോടെ കൃഷ്ണന്റെ സേവ ചെയ്യുകയുമാണ് ആവശ്യമായ യോഗ്യത. ഭക്തൻ കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം, അത് പ്രേമപൂർവമാവുകയും വേണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സേവ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. എങ്ങനെയാണ് നമ്മൾ സേവിക്കുക? പല വിധത്തിൽ സേവിക്കാൻ സാധിക്കും. അപ്പോൾ ആധ്യാത്മിക സേവ എന്നുള്ളത് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് ആധ്യാത്മികമായിട്ടുള്ള സേവകൾ. ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുക, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ പാദസേവകൾ ചെയ്യുക. അതായത് ഭഗവാനെ നമ്മൾ വിഗ്രഹമുണ്ടെങ്കിൽ വിഗ്രഹത്തെ ആരാധനകളും പൂജകളും അർച്ചനകൾ, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം. അതായത് ഭഗവാന്റെ അങ്ങനെ വിഗ്രഹത്തെയോ ഫോട്ടോ എന്താണ് നമ്മുടെ വീട്ടിലുള്ളത് അവയ്ക്ക് നമ്മൾ പൂക്കൾ അർപ്പിക്കുക, ആരതി ചെയ്യുക, നിവേദ്യം അർപ്പിക്കുക മുതലായവയെല്ലാം തന്നെ സേവനങ്ങളാണ്. ഭഗവാന്റെ റൂം വൃത്തിയാക്കുക, ഫോട്ടോകളെല്ലാം തുടച്ച് വൃത്തിയാക്കുക, ഇതെല്ലാം തന്നെ സേവനങ്ങളാണ്. അങ്ങനെയുള്ള അതും ശ്രദ്ധാഭക്തിയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തക്ക ബുദ്ധിശക്തി ഇല്ലെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ നിർവ്യാജം ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പുരോഗതിക്കും ഭഗവത് സന്നിധി പോകുന്നതിനുമുള്ള അവസരം കൃഷ്ണൻ നൽകിക്കൊള്ളും. അങ്ങനെ ഭഗവാൻ സ്വയം, കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മാവായിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാം തന്നെ ഭഗവാന് മനസ്സിലാകുന്നു. അപ്പോൾ ഭക്തി പ്രേമപൂർവമായിട്ട് ഭക്തിയുടെ സേവനം ചെയ്യാനുള്ള നിർവ്യാജമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതിനുള്ള വഴി നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തരും എന്നാണ് ഇവിടെ പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ വഴി പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസിനെ അകറ്റുന്നു. അങ്ങനെ ഭക്തിയുടെ സേവനം ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു ഭക്തനിൽ അവരുടെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനം ഭഗവാൻ പ്രകാശിപ്പിക്കുന്നു. കാരണം ഭഗവാന്റെ കരുണയില്ലാതെ നമ്മൾ പരിശ്രമിക്കുന്നത് നമ്മൾ പരിശ്രമിക്കണം, പക്ഷെ എന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ കരുണ നമുക്കുണ്ടാകുവാൻ വേണ്ടിയിട്ട്. കാരണം ഭഗവാന്റെ കരുണയാൽ മാത്രമേ അവസാനം നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം പ്രകാശിതമാകുകയുള്ളൂ. നമ്മുടെ പരിശ്രമം നമ്മൾ ചെയ്യുക ആത്മാർത്ഥതയോടുകൂടി, ഭക്തിയോടുകൂടി. പക്ഷെ നമ്മുടെ സ്വന്തം പരിശ്രമത്താൽ ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒപ്പം ഭഗവാന്റെ കരുണയും കൂടെ വേണം. നമ്മുടെ പരിശ്രമം കണ്ട് സന്തുഷ്ടനായിട്ട് ഭഗവാൻ ആ കരുണയാൽ, അദ്ദേഹത്തിന്റെ കരുണയാൽ നമ്മുടെ അജ്ഞാനത്തെ അദ്ദേഹം നീക്കിത്തരണം. അപ്പോൾ നമുക്ക് ആ
തമസിനെ നീക്കി എന്ത് ജ്ഞാനദീപം പ്രകാശമാകുന്നു നമ്മുടെ ഹൃദയത്തിൽ എന്ന് ഭഗവാൻ പറയുന്നു. വിദ്യാഭ്യാസമോ വൈദിക പ്രമാണങ്ങളെ പറ്റി വേണ്ടത്ര അറിവോ ഇല്ലാത്തവർക്ക് പോലും ശുദ്ധ ഭക്തിപൂർവം സേവിക്കുന്നതാകയാൽ തന്റെ സഹായം ലഭിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. ഭക്തിപൂർവം ചെയ്യുന്ന സേവനം കൊണ്ട് മാത്രമേ അദ്ദേഹം പ്രസാദിക്കൂ. ഭഗവാൻ തന്റെ അചിന്ത്യ ശക്തിയാൽ ഭക്തന്റെ ഹൃദയത്തിൽ സ്വയം വെളിവാകുന്നു. അനേക കോടി ജന്മങ്ങളിലെ ഭൗതികതാ സമ്പർക്കം മൂലം അടിഞ്ഞുകൂടിയ മാലിന്യത്താൽ ഭൂസരമാണ് ഭൗതിക മനുഷ്യഹൃദയം. ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെട്ട് നിരന്തരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിച്ചാൽ ഈ ധൂളിപടലം വേഗത്തിൽ നീങ്ങിപ്പോകുന്നു. ജീവിതത്തിന് വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെ പറ്റി ഭക്തൻ വിഷമിക്കേണ്ടതില്ല, ഉത്കണ്ഠയും വേണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാൽ ഭക്തന്റെ സേവനത്താൽ സന്തുഷ്ടനായ ഭഗവാൻ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും. ഇതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരം. ഭഗവത്ഗീത പഠനം വഴി ഒരാൾക്ക് ഭഗവാന് സ്വയം സമർപ്പിതനായി തീരുവാൻ കഴിയും. ഭക്തിപൂർവം കൃഷ്ണന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യാം. സർവവും ഭഗവാൻ ഏറ്റെടുക്കുന്നതോടെ ഭക്തൻ ഭൗതിക പ്രയത്നങ്ങളിൽ നിന്നെല്ലാം തികച്ചും മുക്തനാകുന്നു. അപ്പോൾ ഭഗവത്ഗീത പൂർണ്ണമായിട്ടും ഭക്തിയോടുകൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ഭഗവാന്റെ പരമപദം പോകുവാനായിട്ട് സാധിക്കും, അതിനുള്ള വഴികളെല്ലാം തന്നെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആ ഭൗതികതയിൽ നിന്നുള്ള ക്ലേശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാം ഭഗവാൻ നമ്മളെ മുക്തരാക്കുന്നു. ഇങ്ങനെയുള്ള ഭഗവാന്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ വിഭൂതികളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വൈഭവത്തെ കുറിച്ച് കേട്ടതും അർജുനൻ ഭഗവാനെ പുകഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്വാം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിദ്ധോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷിമേ. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനാണ്, പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭവാൻ തന്നെ. സനാതനനും അഭൗതികനും ആദി പുരുഷനും അജനും മഹാനുമാണ് അങ്ങ് എന്ന് ദേവർഷിയായ നാരദനും അസിതൻ ദേവലൻ വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നി പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അപ്പോൾ അർജുനന് ഭഗവാനെ കുറിച്ചുള്ള സത്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയാണ്. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയഃ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. അപ്പോൾ അർജുനൻ പറയുന്നു, ഭഗവാന്റെ ആ യോഗത്തെ കുറിച്ച്, വിഭൂതികളെ കുറിച്ച് ഇനിയും വിസ്തരിച്ച് പറയണം. അങ്ങയെപ്പറ്റി കേട്ടിട്ട് എനിക്ക് ഒരിക്കലും മതി വരുന്നില്ല. കേൾക്കുന്തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കുവാൻ തോന്നുന്നു. അങ്ങയുടെ വിഭൂതികളെ പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെ പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും എന്ന് അർജുനൻ ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അർജുനൻ പറയുന്നത്, അർജുനന് അതെല്ലാം കേട്ട് മനസ്സിലായില്ല എന്നതുകൊണ്ടാണോ? പക്ഷെ പ്രഭുപാദ പറയുന്നത് അങ്ങനെയല്ല. കാരണം സാധാരണ ജനങ്ങൾക്ക് ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞത് മാത്രം പോരാ. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളാൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന വിഭൂതികളെ പറ്റി ഭഗവാൻ പറയുന്നത് ആ സാധാരണ ജനങ്ങൾക്ക് ഭഗവാന്റെ ആ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഇനിയും കൂടുതലായിട്ട് പറഞ്ഞു തരണം എന്ന് പറയുന്നത്. സാധാരണ ജനങ്ങൾ കൃഷ്ണന്റെ സർവവ്യാപ്തമായ ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരത്രേ. അതുകൊണ്ടാണ് അർജുനൻ വ്യത്യസ്ത ശക്തികളിലൂടെ സർവവ്യാപിയായി നിലകൊള്ളുന്ന ഭഗവത് രൂപത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, അർജുനന് വേണ്ടിയിട്ടല്ല. കാരണം കൂടുതൽ ആളുകൾ ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുവാനും ഭഗവാന്റെ സേവനത്തിലേക്ക് വരുവാനും വേണ്ടിയിട്ട് അർജുനൻ ഭഗവാനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു. ശ്രീ ഭഗവാൻ ഉവാച ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഭഗവാൻ പറഞ്ഞു, അർജുന, ഭാസുരങ്ങളായ എന്റെ വിഭൂതികളെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെ പറ്റി മാത്രം വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനമുണ്ടാകില്ല. അപ്പോൾ ഭഗവാൻ പറയുന്നത്,
ഭഗവാന്റെ വിഭൂതികൾ അനന്തമാണ്. ഭഗവാന്റെ ഐശ്വര്യത്തെ പോലെ തന്നെ, ഗുണങ്ങളെ പോലെ തന്നെ ഭഗവാന്റെ വിഭൂതികളും അനന്തമാണ്. അവയെ പറ്റി പറഞ്ഞാൽ അവസാനം ഉണ്ടാക്കുകയില്ല, നമുക്ക് ഗ്രഹിക്കുവാനും സാധ്യമാകുകയില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആ ആധ്യാത്മികമായിട്ടുള്ള അവ്യയമായിട്ടുള്ള ഭഗവാന്റെ വിഭൂതികൾ എന്തെല്ലാമെന്ന് നമുക്ക് ഗ്രഹിക്കുവാനും സാധ്യമാകുകയില്ല. അതുകൊണ്ട് പ്രാധാന്യമുള്ളവ, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രകടമാകുന്ന പ്രാധാന്യമുള്ള വിഭൂതികളെ കുറിച്ച് മാത്രം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവ ച. ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പരമാത്മാവായിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ വിഭൂതിയാണ്. കാരണം എല്ലാ അനേക കോടി ജീവാത്മാക്കളുണ്ട്. വൃക്ഷങ്ങളായിട്ട്, മൃഗങ്ങളായിട്ട്, മത്സ്യങ്ങളായിട്ട്, പറവകളായിട്ട്, മനുഷ്യരായിട്ട്, ദേവന്മാരായിട്ട് എത്രമാത്രം ജീവരാശികളുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ഭഗവാൻ വസിക്കുന്നു. അത് ഭഗവാന്റെ വൈഭവമാണ്. കൂടാതെ സൃഷ്ടിയുടെ ആരംഭവും മധ്യവും അവസാനവും എല്ലാം തന്നെ ഭഗവാനാണ്. ഭഗവാന്റെ ശക്തിയാലാണ് നിർവഹിക്കപ്പെടുന്നത്. അതും ഭഗവാൻ ഇവിടെ പറയുന്നു. അതെല്ലാം ഭഗവാന്റെ വിഭൂതിയാണ്. ആദിത്യാനാമഹം വിഷ്ണുർ ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണുവും ജ്യോതിസുകളിൽ ദീപ്തിമത്തായ സൂര്യനും മരുത്തുക്കളിൽ മരീചിയും നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. അപ്പോൾ ദ്വാദശ ആദിത്യന്മാർ, 12 ആദിത്യന്മാരുണ്ട്. ആദിത്യന്മാർ എന്ന് പറയുമ്പോൾ ദേവന്മാർ തന്നെ. ആ ദേവന്മാർ അതിഥിയുടെ മക്കളായിട്ട്, കശ്യപന്റെയും അതിഥിയുടെയും മക്കളായിട്ട് ജനിച്ചവരാണ് ദേവന്മാർ. അവർ പ്രധാനമായിട്ട് 12 പേരുണ്ട്. ആ 12 പേരിൽ വിഷ്ണുവാണ് പ്രമുഖനായിട്ടുള്ളത്. ജ്യോതിസുകളിൽ ദീപ്തിമത്തായ സൂര്യനും മരുത്തുക്കൾ എന്ന് പറയുമ്പോൾ പ്രഭുപാദ പറയുന്നത് അന്തരീക്ഷചാരികളായി 50 വിധം വായു വിശേഷങ്ങളുണ്ട്. വായു, കാറ്റ്, 50 വിധത്തിലുള്ള കാറ്റ് അന്തരീക്ഷത്തിലുണ്ട്. അതിന്റെ ദേവതയാണ് മരീചി എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതനാം. വേദങ്ങളിൽ സാമവേദവും, ദേവന്മാരിൽ ഇന്ദ്രനും, ഇന്ദ്രിയങ്ങളിൽ മനസ്സും, ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് ഞാൻ. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം ഭാവകശ്ചാസ്മി മേരുഹോ ശിഖരിനാമഹം. ഏകാദശ രുദ്രന്മാരുണ്ട്, 11 രുദ്രന്മാർ. അവരെല്ലാവരും തന്നെ ശിവന്റെ അംശങ്ങളാണ്. ശിവൻ തന്നെ 11 പേരായിട്ട് വികസിച്ചിരിക്കുന്നു. അവരിൽ വെച്ച് ശ്രേഷ്ഠൻ ശിവനാണ്. ആ ശിവൻ ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. യക്ഷരാക്ഷസരിൽ കുബേരൻ, വസുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മേരുവുമാണ് ഞാൻ. പുരോദസാം ച മുഖ്യം വിദ്ധി പാർത്ഥ ബൃഹസ്പതി സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതി ദേവന്മാരുടെ ആചാര്യനാണ്. ആ ബൃഹസ്പതി ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. സേനാധിപന്മാരിൽ കാർത്തികേയൻ, ദേവന്മാരുടെ സേനാധിപനായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. മഹർഷികളിൽ ഭൃഗുവും, സ്പന്ദനങ്ങളിൽ അതായത് വാക്കുകളിൽ ഭൗതികമായ ഓംകാരവും, യജ്ഞങ്ങളിൽ തിരുനാമജപവും, സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നു യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞം, ഭഗവാന്റെ തിരുനാമജപം നമ്മൾ ചെയ്യുമ്പോൾ അത് യജ്ഞമായിട്ട് മാറുന്നു. കാരണം യജ്ഞത്തിലൂടെ നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞു. ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുമായിരുന്നു. അതുപോലെ തന്നെ നാമജപയജ്ഞം, ഹരിനാമ സങ്കീർത്തനം എന്നുള്ള നാമജപയജ്ഞവും ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. അതുവഴി ആ നാമജപയജ്ഞം ചെയ്തിട്ട് നമുക്ക് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നു.
അശ്വത്ഥഃ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധീമാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വങ്ങളിൽ ഞാൻ ഉച്ചൈശ്രവസ്, അതായത് അമൃതം നേടാനായിട്ട് ക്ഷീരസാഗരം, അതായത് പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉത്ഭവിച്ചതാണ് വെളുത്ത കുതിരയായിട്ടുള്ള ഉച്ചൈശ്രവസും വെളുത്ത ആനയായിട്ടുള്ള ഐരാവതവും. ഇത് രണ്ടും ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യരിൽ രാജാവാണ് ഞാൻ എന്ന് ഭഗവാൻ പറയുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യരിൽ രാജാവ് ഭഗവാനെ പ്രതിനിധീകരിക്കുന്നത്? കാരണം രാജാവ് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ജനങ്ങളെ, ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുവാനായിട്ട് ചുമതലപ്പെട്ടവനാണ് രാജാവ്. കാരണം ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ സ്വത്താണ്. നമ്മൾ ജീവാത്മാക്കൾ ഉൾപ്പെടെ ഭഗവാന്റെ സ്വത്താണ് എല്ലാവരും. അങ്ങനെയുള്ള ജീവാത്മാക്കളെ എല്ലാവരെയും സംരക്ഷിക്കുവാനായിട്ട് ചുമതലപ്പെട്ടവനാണ് രാജാവ്. അതുകൊണ്ട് ആ രാജാവ്, മുൻകാലങ്ങളിലുള്ള രാജാക്കന്മാരെ രാജർഷികൾ എന്ന് വിളിച്ചു വന്നിരുന്നത് അവർ ഈ ജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ട് ഭഗവത് അംശമായിട്ടുള്ള ജീവാത്മാക്കളെ തിരിച്ച് ഭഗവാനിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രയത്നം ചെയ്തുകൊണ്ടിരുന്നു. സ്വയം അവരും ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കാൻ പ്രയത്നിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാർ ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് രാജ്യം ഭരിക്കുന്നത്. അവർക്ക് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ തൃഷ്ണകളോ അല്ലെങ്കിൽ എല്ലാം തന്റേതാണ് എന്നുള്ള അഹംഭാവമോ ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള രാജാക്കന്മാർ ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ആയുധാനാമഹം വജ്രഃ വജ്രം ധേനൂനാമസ്മി കാമധോ പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ. ആയുധങ്ങളിൽ വെച്ച് വജ്രവും, പശുക്കളിൽ സുരഭിയും, ജനനഹേതുക്കളിൽ കാമദേവനും, സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാമരിയമാ ചാസ്മി യമഃ സംയമതാമഹം. അനേക ഫണങ്ങളോട് കൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ, ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ അര്യമാവ്, ശിക്ഷകരിൽ മൃത്യുദേവതയായ യമനും. അപ്പോൾ പിതൃക്കൾക്ക് ഒരു ലോകമുണ്ട്, പിതൃലോകം. ആ പിതൃലോകത്തിലെ അധിപനായിട്ടുള്ള ആളാണ് അര്യമാവ്. അപ്പോൾ നമ്മളെല്ലാവരും, നമ്മുടെ പിതൃക്കളായിട്ടുള്ളവരെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഈ പിതൃലോകങ്ങളിലേക്ക് പോകും എന്നാണ് പറയുന്നത്. കൂടാതെ ശിക്ഷകരിൽ മൃത്യുദേവതയായ യമനും. യമൻ എന്താണ് അപ്പോൾ ചെയ്യുന്നത്? യമന്റെ ലോകത്ത് എന്താണുള്ളത്? യമൻ നമ്മൾ പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടി കാമ്യകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന നമ്മളെ പോലുള്ള മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക് അവരുടെ പുണ്യവും പാപവും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പുനർജന്മം ഇവിടേക്ക് അവരെ പറഞ്ഞു വിടണം. പാപകർമ്മങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നരകലോകത്തിലേക്ക് പോയിട്ട് ശിക്ഷ അനുഭവിക്കണം. പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പുണ്യലോകത്തിലേക്ക്, സ്വർഗലോകങ്ങളിലേക്ക് പോകാം. അതെല്ലാം നോക്കി അവരെ അയക്കുന്നത് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ നമ്മൾ പോകേണ്ടത് എന്നുള്ളത് നമ്മളെ അയക്കുന്നത് യമരാജാവാണ്. പക്ഷേ അങ്ങനെ പുണ്യകർമ്മത്തിന്റെയും പാപകർമ്മത്തിന്റെയും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അടുത്ത ജന്മം നമുക്ക് ജീവാത്മാവിന് ലഭിക്കുന്നത് എങ്ങനെ എന്നുള്ളത് പിന്നീട് ബ്രഹ്മാവ് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് മൃത്യുദേവതയായിട്ടുള്ള യമൻ പാപപുണ്യകർമ്മങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് ചെയ്യുന്നത് ജീവാത്മാക്കളുടെ. ഭൂമിക്ക് തൊട്ടടുത്ത ലോകമാണ് യമന്റേത്. മഹാപാപികളെ മരണശേഷം യമൻ അങ്ങോട്ടേക്ക് എത്തിച്ച് പല വിധത്തിലുള്ള ശിക്ഷകളും നൽകുന്നു. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയസ്സ പക്ഷിണാം. ദൈത്യന്മാരിൽ ഞാൻ ഭക്ത പ്രഹ്ലാദനാണ്. കീഴ്പ്പെടുത്തുന്നവയിൽ കാലം. വന്യമൃഗങ്ങളിൽ സിംഹം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. അതായത് ഏറ്റവും മെജസ്റ്റിക് ആയിട്ടുള്ള, റോയൽ ആയിട്ടുള്ള അനിമലാണ് സിംഹം എന്ന് പറയുന്നത്. ആ സിംഹം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. പക്ഷികളിൽ ഗരുഡനും. കീഴ്പ്പെടുത്തുന്നവയിൽ കാലം എന്ന് പറയുന്നു. കാലത്തിന്റെ പ്രഭാവത്തിലാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ മുഴുവനും എല്ലാ മാറ്റങ്ങളും വരുന്നത്. ആ കാലത്തെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. പക്ഷെ കാലം നമ്മളുടെ എത്രമാത്രം ശക്തിമാനായാലും, എത്രമാത്രം ധനാഢ്യനായാലും, എത്രമാത്രം സൗന്ദര്യമുള്ളയാളാണെങ്കിലും, എന്താണെങ്കിലും
നമ്മൾ എന്തിനെല്ലാം അഹങ്കരിച്ചാലും കാലത്തിന്റെ പ്രഭാവത്തിൽ അതെല്ലാം തന്നെ ശൂന്യമായിട്ട് ഇല്ലാതായിട്ട് പോകുന്നു. ആ കാലം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. പവനഃ പവതാമസ്മി രാമഃ ശസ്ത്രഭൃതാമഹം ചഷാണാം മകരശ്ചാസ്മി സ്രോതസാമസ്മി ജാഹ്നവി. ജലജന്തുക്കളിൽ വെച്ച് വലിപ്പം കൂടിയതും മനുഷ്യർക്ക് ആപത്കരവുമത്രേ സ്രാവ്. ഇത് കൃഷ്ണന്റെ പ്രതിനിധി തന്നെ. അപ്പോൾ പവനഃ പവതാമസ്മി, ശുദ്ധീകരിക്കുന്നവയിൽ വെച്ച് വായു വളരെ പരിശുദ്ധനാണ്. അങ്ങനെയുള്ള വായു ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ശസ്ത്രധാരികളിൽ, ആയുധധാരികളിൽ പ്രാധാന്യം ശ്രീരാമചന്ദ്രന്. ശ്രീരാമചന്ദ്രൻ ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ സ്രോതസാമസ്മി ജാഹ്നവി, സ്രോതസ്സുകളിൽ, നദികളിൽ വെച്ച് ശ്രേഷ്ഠ ഗംഗാ നദിയാണ്. ആ ഗംഗാ നദി ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. സർഗാണാം ആദിരന്തശ്ച മധ്യം ചൈവാഹം അർജുന അധ്യാത്മവിദ്യഃ വിദ്യാനാം വാദഃ പ്രവദതാമഹം. സൃഷ്ടിയുടെ ആദി മധ്യ അവസാനങ്ങൾ ഞാൻ തന്നെ അർജുന. ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വഃ സാമാസികസ്യ ച അഹമേവാക്ഷയഃ കാലോ ധാതാഹം വിശ്വതോമുഖഃ. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. മൃത്യുഃ സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തിഃ ശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതിക്ഷമ. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉത്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദര ഭാഷണം, ഓർമ്മ ശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. ബൃഹത്സാമ തഥാ സാംനാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. സാമവേദ സൂക്തങ്ങളിൽ ബൃഹത്സാമവും ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ മാർഗശീർഷ മാസം നവംബർ ഡിസംബർ മാസങ്ങൾ, അത് അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ലാത്ത സമയം. ആ നല്ല കാലം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ഋതുക്കളിൽ വസന്തവുമാണ്. വസന്തകാലത്തിലാണ് എല്ലാ രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഉത്സവങ്ങളെല്ലാം കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ വൃന്ദാവനത്തിലും ഭഗവാന്റെ ഒരുപാട് ലീലകൾ നടന്നിരിക്കുന്നത് വസന്തകാലത്തിലാണ്. ആ വസന്തകാലം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ദ്യൂതം ചലയതാമസ്മി തേജസ് തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. കൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസഃ കവീനാം ഉശനാ കവിഃ. കൃഷ്ണകുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാ കവിയുമാണ് ഞാൻ. മുനികളിൽ വെച്ച വ്യാസദേവൻ ഭഗവാന്റെ അവതാരമാണ്. കൂടാതെ ഉശനാ കവി എന്ന് പറയുന്നത് ദൈത്യന്മാരുടെ, അതായത് അസുരന്മാരുടെ മുനിയായിട്ടുള്ള ശുക്രാചാര്യനാണ്. ആ ശുക്രാചാര്യൻ വളരെയധികം ബുദ്ധിമാനായിരുന്നു അത്രേ. ആ ബുദ്ധിമാനായിട്ടുള്ള ശുക്രാചാര്യൻ ഭഗവാന്റെ പ്രതിനിധിയാണ്. ദണ്ഡോദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം, അതായത് ശിക്ഷ, വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും, ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. യച്ഛാഭി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാൻ മയാ ഭൂതം ചരാചരം. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദി ബീജമാണ് ഞാൻ. എന്നെ കൂടാതെ ചരാചരങ്ങളിൽ ഒന്നിനും നിലനിൽപ്പില്ല എന്ന് ഭഗവാൻ പറയുന്നു. എല്ലാം ഉത്ഭവിച്ചത് ഭഗവാനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. ആദി ബീജം ഭഗവാനാണ് എന്ന്. അതുകൂടാതെ ഭഗവാനെ കൂടാതെ ഇവിടെ ഒന്നിനും തന്നെ നിലനിൽപ്പില്ല. ഭഗവാൻ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, മത്തഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവമിദം ക്രോധം സൂത്രേ മണിഗണാ ഇവ. എല്ലാം തന്നെ ഭഗവാനിൽ എങ്ങനെയാണോ ഒരു ചരടിന്മേൽ മുത്തുകൾ കോർത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ചരാചരങ്ങളെല്ലാം തന്നെ ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്നു. ഭഗവാനെ കൂടാതെ ഒന്നിനും നിലനിൽപ്പില്ല.
നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ യേശതു ദേശതഃ പ്രോക്തോ വിഭൂതേർ വിസ്തരോ മയാം. എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. അതായത് ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. ഭഗവാൻ ഇല്ലാതെ ഒന്നിനും തന്നെ നിലനിൽപ്പില്ല. എല്ലാം ശക്തിമത്വം തേജസ്സാർന്നതും എല്ലാം തന്നെ ഭഗവാന്റെ ശക്തി അവയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട്, ഒരു അണുമാത്രയിൽ ഒരു കണിക മൂലം ഭഗവാന്റെ ശക്തി അവയ്ക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ശക്തിമത്തായും വിഭൂതിമത്തായും ഐശ്വര്യമത്തായും സൗന്ദര്യവത്തായും എല്ലാം കാണപ്പെടുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവാനുമായിട്ട് എല്ലാം തന്നെ ചേർന്നിരിക്കുന്നു. ഭഗവാന്റെ ശക്തിയിലാണ് എല്ലാം നിലകൊള്ളുന്നത്. എല്ലാം ഭൗതിക പ്രപഞ്ചത്തിൽ നമുക്ക് ആശ്ചര്യകരമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ വിചാരിക്കണം, ഭഗവാന്റെ ഒരു ശക്തി അതിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കണിക, ഭഗവാന്റെ ശക്തിയുടെ ഒരു കണിക അതിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഭഗവാന്റെ വൈഭവത്തിലാണ് ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനുമായിട്ട് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. യദ്യത് വിഭൂതിമത് സത്വം ശ്രീമദൂർജിതമേവ തത്തത്തേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെ എന്ന് മനസ്സിലാക്കുക. ആധ്യാത്മിക ലോകത്തിലായാലും ഭൗതിക ലോകത്തിലായാലും തേജസ്സുറ്റതും സുന്ദരവും ഐശ്വര്യപൂർണവുമായിട്ടുള്ളത് എന്തും ഭഗവാന്റെ വിഭൂതിയുടെ ഒരംശ ആവിഷ്കാരമാണ്. അസാമാന്യമാം വിധം ഐശ്വര്യവത്തായതേതൊന്നും കൃഷ്ണന്റെ വിഭൂതിക്ക് പ്രാതിനിധ്യം വഹിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നമ്മൾ വളരെയധികം സൗന്ദര്യമായിട്ട് ഐശ്വര്യമായിട്ട് തേജസ്സായിട്ട് നമ്മൾ കാണുന്നുവോ, നമ്മൾ മനസ്സിലാക്കുക അത് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അങ്ങനെ കാണപ്പെടുന്നുണ്ടെങ്കിൽ. കാരണം ഭൗതിക പ്രപഞ്ചം എന്നുള്ളത് ഒരു എന്താണ് പറയുന്നത്, ഒരു ശാശ്വതമല്ല. ഇവിടെ ഉള്ളതെല്ലാം ക്ഷണികമാണ്. എങ്കിലും അതിന്റെ നടുവിൽ എന്തെങ്കിലും ഒന്ന് വിചിത്രമായിട്ട് വൈഭവമായിട്ട് സുന്ദരമായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ശക്തിയുടെ അല്ലെങ്കിൽ തേജസ്സിന്റെ അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ ഒരു കണിക അവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അഥവാ ബഹുനൈതേന കിംജ്ഞാതേന തവാർജുന ഇഷ്ടഭ്യാഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. അത്രമാത്രം നമ്മൾ ഓർത്താൽ മതി. ഭഗവാന്റെ ഒരു വിസ്തരണമായിട്ടുള്ള ക്ഷീരോദകശായ വിഷ്ണു പരമാത്മാവായിട്ട് ഈ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്നു. സൂപ്പർ സോൾ എന്ന് പറയുന്നു. ഭൗതിക പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ശക്തി നിലനിർത്തുന്നത് കൊണ്ടാണ് ഈ ഭൗതിക പ്രപഞ്ചം ഇങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ, അതായത് ഒന്നിനും ഒരു ഇളക്കം തട്ടാതെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നത്. സമുദ്രങ്ങൾ ഒരിക്കലും കരകവിഞ്ഞൊഴുകുന്നില്ല. സൂര്യൻ ദിവസവും നമുക്ക് സമയമാകുമ്പോൾ തന്നെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ചന്ദ്രനും അതുപോലെ തന്നെ. മഴയും വെയിലും എല്ലാം യഥാസമയത്ത് നമുക്ക് ലഭിക്കുന്നു. ഇതിനെല്ലാത്തിനും പിറകിൽ ആ ഭഗവാന്റെ ശക്തിയാണ്. ഒന്നും തന്നെ മാറ്റമില്ലാതെ ഇവിടെ കാണപ്പെടുന്നത്. യഥാസമയത്ത് എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത്. എല്ലാത്തിനും കാരണം പുറകിൽ ഭഗവാന്റെ ശക്തിയായിട്ടുള്ള, ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള, ആ സൂപ്പർ സോൾ ആയിട്ടുള്ള, പരമാത്മാവായിട്ടുള്ള ആ ക്ഷീരോദകശായ വിഷ്ണു ഈ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഭൗതിക ലോകത്തിലെ എല്ലാറ്റിന്റെയും ഉള്ളിൽ പ്രവേശിക്കുന്ന പരമാത്മാവ് പരമപുരുഷനെ പ്രതിനിധീകരിക്കുന്നു. എപ്രകാരമാണ് എല്ലാം വെവ്വേറെ ഐശ്വര്യത്തോടു കൂടി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. കൃഷ്ണൻ പരമാത്മ സ്വരൂപിയായി അവയിൽ ഉൾപ്പൂകി ഭൂതജാലങ്ങളെ നിലനിർത്തുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി. ഏറ്റവും വലിയ ജീവസത്തയായ ബ്രഹ്മാവ് മുതൽക്ക് നെയ്യുറുമ്പ് വരെ ഏത് ജീവാത്മാവിനെയും പുലർത്തിപ്പോരുന്നത് അവരിൽ അന്തർഗതനായ ഭഗവാൻ തന്നെ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്ര വലിയ ഒരു ശരീരമുള്ള ആനയ്ക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത്? എത്രമാത്രം ആനകളുണ്ട്? ആനകൾ നിരന്തരം അവർ തിന്നുകൊണ്ടേയിരുന്നാൽ എല്ലാ ഭക്ഷണവും കാലിയാകില്ലേ? ഇല്ല. നമ്മൾ വിചാരിക്കണം, ഇവയെ എല്ലാം തീറ്റിപ്പോറ്റുന്നത്
ഭഗവാനാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എല്ലാവരും ആക്ടിവിസ്റ്റ് എല്ലാം ഇങ്ങനെ ഇവിടെ ബഹളം വെക്കുന്നത് എത്രമാത്രം ദരിദ്രന്മാർ ഇവരുണ്ട്, അവർക്കെല്ലാവർക്കും ആഹാരം കൊടുക്കാൻ പോലെ ഓരോ രാജ്യങ്ങളിലും ഇല്ല എന്നെല്ലാം പറയും. പക്ഷെ അതെല്ലാം പ്രഭുപാദ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതാണ്. കാരണം എത്രമാത്രം മൃഗങ്ങൾ ഈ കാടുകളിലെല്ലാം വസിക്കുന്നു. ഇപ്പോൾ ആനയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എവിടെ നിന്നാണ് ഭക്ഷണം? അവ സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ അവർ അവിടെ കാട്ടിൽ സുന്ദരമായിട്ട് ജീവിക്കും. അവർക്കെല്ലാം എവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നു? അപ്പോൾ ഭഗവാന്റെ പ്രജകളാണ് നമ്മൾ എല്ലാവരും. ഭഗവാനാണ് എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള, നമ്മൾ ശരിയാവണ്ണം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞതിന് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എല്ലാം തന്നെ ശരിയാവണ്ണം പോകും. പക്ഷെ നമ്മൾ സ്വാർത്ഥത മൂലം നമ്മൾ കൂടുതലായിട്ട് ഓരോരുത്തരും അവർക്ക് വേണ്ടുന്നത് മാത്രമല്ലാതെ കൂടുതലായിട്ടെല്ലാം സ്വരൂപിച്ച് വെക്കുവാനായിട്ട് കൂട്ടി വെക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചിലർക്ക് ഇല്ലാതെയാകുന്നു, ചിലർക്ക് കൂടുതലാകുന്നു, ചിലർക്ക് ആവശ്യത്തിന് മാത്രം കിട്ടുന്നു, അങ്ങനെയെല്ലാം വരുന്നു. അതാണ് ഒരു ഇക്വാലിറ്റി ഇല്ലാതെ ഇവിടെ പോകുന്നത്. നേരെ മറിച്ച് മൃഗങ്ങളെ പോലെ, മൃഗങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അവർക്ക് എത്രമാത്രം വിശപ്പുണ്ടോ, അവർക്ക് എന്ത് തിന്നണമെന്ന് തോന്നുന്നുവോ അത് മാത്രം അവർ കഴിക്കും, അല്ലാതെ അവർ എവിടെയെങ്കിലും കൂട്ടിവെക്കുന്നില്ല. പക്ഷെ മനുഷ്യരെന്ത് ചെയ്യുന്നു? മനുഷ്യർക്ക് ആർത്തിയാണ്. സ്വാർത്ഥത മൂലം അവർ എന്ത് ചെയ്യുന്നു? അനാവശ്യമായിട്ട് അധികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കി വെക്കുക, അതായത് ഒരു 10 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ അധികമായിട്ട് മറ്റുള്ള ധാന്യങ്ങളും അതുമെല്ലാം സമ്പാദിച്ചു വെക്കുക. അങ്ങനെയെല്ലാം നമ്മൾ കൂട്ടി വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആവശ്യമുള്ളവർക്ക് കിട്ടാതെ വരുന്നു. അതുപോലെ ആവശ്യമില്ലാത്തവർ നമുക്ക് വേണ്ടെങ്കിലും നമ്മൾ അത് കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ പ്രകൃതിയിൽ എല്ലാവർക്കും തുല്യമായിട്ട് ഭഗവാൻ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കുന്നുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, സമോഹം സർവഭൂതേഷു നമേ ദേശോസ്തി ന പ്രിയഃ. ഞാൻ എല്ലാവർക്കും തുല്യതയോടുകൂടിയാണ് ഭഗവാൻ എല്ലാവരെയും കാണുന്നത്. ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ എന്നുള്ള വിവേകിയായിട്ട് പെരുമാറുന്നതിന് പകരം നമ്മൾ മനുഷ്യർ അവിവേകികളായിട്ട് പെരുമാറുന്നത് മൂലം മനുഷ്യ ജന്മത്തിന്റെ ആ ഒരു ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ, ആധ്യാത്മികമായിട്ട് മുന്നേറാൻ ശ്രമിക്കാതെ, ഭൗതികമായിട്ട് പലതരത്തിലും മുന്നേറുവാനായിട്ട് ശ്രമിക്കുന്നു. ഭൗതികമായിട്ട് ആ ഇന്ദ്രിയങ്ങളുടെ പോഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭൗതികമായിട്ട് നമ്മൾ മുന്നേറുവാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ് ഇങ്ങനെ ചിലർക്ക് കുറഞ്ഞ് ചിലർക്ക് കൂടി അങ്ങനെയുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ ഭഗവാന്റെ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ തുല്യമായിട്ട് എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഈ ഭൗതിക പ്രപഞ്ചത്തിലുണ്ട്. അതെല്ലാം തന്നെ ഒരു നിയമപരമായിട്ട് ഒരു പൂർണ്ണതയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ഭഗവാൻ സ്വയം പരമാത്മാവായിട്ട് ഈ ഭൗതിക പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് കൊണ്ടാണ്. അത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതലായിട്ട് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചെല്ലാം അന്വേഷിച്ചു പോകേണ്ട. കാരണം ഭഗവാന്റെ വിഭൂതികൾ അനന്തമാണ്. അവയെ നമുക്ക് മനസ്സിലാക്കുവാനും സാധ്യമല്ല, അവയെ വിസ്തരിച്ച് പറയുവാനും സാധ്യമല്ല. അതാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നത്. കൃഷ്ണനാണ് ഏവരുടെയും ഉത്ഭവസ്ഥാനം. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി ആരുമില്ല. അദ്ദേഹം അസമോർധ്വനാണ്. അവിടത്തെക്കാൾ ശ്രേഷ്ഠനോ അദ്ദേഹത്തോട് തുല്യനോ ആയി ആരുമില്ല. ഭഗവത് ശക്തികളുടെ വിഭൂതികളുടെയും വിസ്തരണങ്ങളുടെയും വിവരണം സശ്രദ്ധം പഠിച്ചാൽ ശ്രീകൃഷ്ണന്റെ സ്ഥാനം എന്താ എന്ന് സംശയലേശമെന്നേ പൂർണ്ണമായി ഗ്രഹിക്കാനും അദ്ദേഹത്തിൽ മനസ്സ് ഏകാഗ്രമായി ഉറപ്പിക്കുവാനും കഴിയും. അപ്പോൾ ഭഗവാന്റെ വിഭൂതികൾ എന്തെല്ലാമാണ്, അദ്ദേഹം എങ്ങനെയാണ് ഭൗതിക പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്, ഇതെല്ലാം ഐശ്വര്യത്തെ കുറിച്ചെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭഗവാനിൽ നമ്മുടെ ഭക്തി, പരിശുദ്ധമായിട്ടുള്ള ഭക്തി ഭഗവാനിൽ നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും എന്ന് ഇവിടെ പ്രഭുപാദ പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇത്രയുമാണ് ഇന്നത്തെ അധ്യായത്തിൽ. ആർക്കെങ്കിലും